തെരഞ്ഞെടുപ്പിന് പിന്നാലെ എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ LPG സിലിണ്ടർ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 993 രൂപയാണ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത്. അത്യപൂർവമാണ് ഇത്തരത്തിലുള്ള വില വർധനവ് പ്രാബല്യത്തിൽ വന്നു. ഇത് വൻ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയുമുണ്ട്. 5 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് LPG സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് എണ്ണ കമ്പനികൾ കുത്തനെ കൂട്ടിയത്. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളാണ് 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില 993 രൂപ വർദ്ധിപ്പിച്ചത്. ഇത്രയും വില കൂട്ടുന്നത് അത്യപൂർവമാണ്. സിലിണ്ടർ വില 3000 രൂപ കടന്നു. വില വർധന പ്രാബല്യത്തോടെ വന്നതോടെ കൊച്ചിയിൽ 3085 രൂപയും, തിരുവനന്തപുരത്ത് 3106 രൂപയും, കോഴിക്കോട്ട് 3117 രൂപയുമായി വാണിജ്യ സിലിണ്ടറുകളുടെ വില. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ എന്നിവയ്ക്ക് ഗുരുതരമായ ആഘാതമാണ് ഈ കനത്ത വിലക്കയറ്റം. പ്രവർത്തന ചെലവ് കുത്തനെ കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാൻ ഇവർ നിർബന്ധിതരായേക്കും. വില കൂട്ടുന്നത് ഉപഭോക്താക്കളെ അകറ്റാനും സാധ്യതയേറെ. ഒപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വൻതോതിൽ വില വർദ്ധിക്കാനും ഇത് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏപ്രിൽ 1 വാണിജ്യ സിലിണ്ടറിന് 195 രൂപ 50 പൈസ കൂട്ടിയിരുന്നു. കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരണം നടത്തിയ ഫെബ്രുവരി 1 വാണിജ്യ സിലിണ്ടറിന് 49 രൂപ കൂട്ടിയിരുന്നു. ജനുവരി 1 111 രൂപയും, മാർച്ച് 1 28 മുതൽ 31 രൂപ വരെയും, മാർച്ച് 7 115 രൂപയുമായി വർദ്ധിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും മറ്റുമായി സ്വന്തം നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ ഇനിയും മടങ്ങിയെത്താത്തത് കേരളത്തിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. LPG വിതരണത്തിലെ നിയന്ത്രണം ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിടുന്നതിലേക്കും വഴിവെച്ചിരുന്നു. ഇതിനിടെയാണ് ഇടുത്തി പോലെ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചത്. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില തൽക്കാലം കൂട്ടിയിട്ടില്ല. ഗാർഹിക സിലിണ്ടർ, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില തെരഞ്ഞെടുപ്പിന് പിന്നാലെ എണ്ണ കമ്പനികൾ കൂട്ടുമെന്ന ആശങ്ക ശക്തമായിരുന്നു. പെട്രോൾ, ഡീസൽ വില കൂട്ടുമെന്ന പ്രചാരണങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കുത്തനെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം. ന്യൂസ് ഡെസ്ക്.